അധ്യായം 22 അൽ ഹജ്ജ്. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 78. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ്സാഅതി ശൈഉൻ അദീം. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുക. ഉറപ്പായും അന്ത്യനാളിന്റെ പ്രകമ്പനം അതിഭയങ്കരം തന്നെ. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. നിങ്ങൾ അത് കാണും നാളിലെ അവസ്ഥയോ? മുലയൂട്ടുന്ന മാതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ മറക്കും. ഗർഭിണികൾ പ്രസവിച്ചു പോകും. ജനങ്ങളെ ലഹരിബാധിതരെ പോലെ നിനക്കന്ന് കാണാം. യഥാർത്ഥത്തിൽ അവർ ലഹരിബാധിതരല്ല. എന്നാൽ അല്ലാഹുവിന്റെ ശിക്ഷ അത്രമാത്രം ഘോരമായിരിക്കും. وَمِنَ النَّاسِ مَن يُجَادِلُ فِي اللَّهِ بِغَيْرِ عِلْمٍ وَيَتَّبِعُ كُلَّ شَيْطَانٍ مَرِيدٍ. ഒന്നുമറിയാതെ അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. ധിക്കാരിയായ ഏതു ചെകുത്താനെയും അവർ പിൻപറ്റുന്നു. كُتِبَ عَلَيْهِ أَنَّهُ مَن تَوَلَّاهُ فَأَنَّهُ يُضِلُّهُ وَيَهْدِيهِ إِلَى عَذَابِ السَّعِيرِ. ചെകുത്താന്റെ കാര്യത്തിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ആർ ചെകുത്താനെ മിത്രമായി സ്വീകരിക്കുന്നുവോ അയാളെ അവൻ പിഴപ്പിക്കും, നരകശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت من كل زوج بهيج. മനുഷ്യരെ, ഉയിർത്തെഴുന്നേൽപ്പിനെപ്പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ഒന്നോർത്തു നോക്കൂ. തീർച്ചയായും ആദിയിൽ നാം നിങ്ങളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, പിന്നെ ബീജത്തിൽ നിന്ന്, പിന്നെ ഭ്രൂണത്തിൽ നിന്ന്, പിന്നെ രൂപമണിഞ്ഞതും അല്ലാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്ന്. നാം ഇത് വിവരിക്കുന്നത് നിങ്ങൾക്ക് കാര്യം വ്യക്തമാക്കിത്തരാനാണ്. നാം ഇച്ഛിക്കുന്നതിനെ ഒരു നിശ്ചിത അവധി വരെ ഗർഭാശയത്തിൽ സൂക്ഷിക്കുന്നു. പിന്നെ നിങ്ങളെ നാം ശിശുക്കളായി പുറത്തു കൊണ്ടുവരുന്നു. പിന്നീട് നിങ്ങൾ യൗവനം പ്രാപിക്കും വരെ നിങ്ങളെ വളർത്തുന്നു. നിങ്ങളിൽ ചിലരെ നേരത്തെ തന്നെ തിരിച്ചു വിളിക്കുന്നു. എല്ലാം അറിയാവുന്ന അവസ്ഥയ്ക്കു ശേഷം ഒന്നും അറിയാത്ത സ്ഥിതിയിലെത്തുമാറ്
അവശമായ പ്രായാധിക്യത്തിലേക്ക് തള്ളപ്പെടുന്നവരും നിങ്ങളിലുണ്ട്. ഭൂമി വരണ്ട് ചത്ത് കിടക്കുന്നത് നിനക്ക് കാണാം. പിന്നെ നാം അതിൽ മഴ വീഴ്ത്തിയാൽ അത് തുടിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. കൗതുകമുണർത്തുന്ന സകലയിനം ചെടികളെയും മുളപ്പിക്കുന്നു. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير. അല്ലാഹു തന്നെയാണ് പരമസത്യമെന്നതാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. അവൻ മരിച്ചവരെ ജീവിപ്പിക്കും. എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണവൻ. وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. അന്ത്യസമയം വന്നെത്തുക തന്നെ ചെയ്യും, അതിൽ സംശയം വേണ്ട. കുഴിമാടങ്ങളിലുള്ളവരെയെല്ലാം അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. എന്തെങ്കിലും അറിവോ വഴികാട്ടിയോ വെളിച്ചം നൽകുന്ന വേദപുസ്തകമോ ഇല്ലാതെ അല്ലാഹുവിന്റെ കാര്യത്തിൽ വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق. പിരടി ചെരിച്ച് ഹുങ്ക് കാട്ടുന്നവനാണവൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കാനാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്. ഉറപ്പായും അവന് ഇഹലോകത്ത് നിന്ദ്യതയാണുണ്ടാവുക. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നാം അവനെ ചുട്ടരിക്കുന്ന ശിക്ഷ ആസ്വദിപ്പിക്കും. ذلك بما قدمت يداك وأن الله ليس بظلام للعبيد. നിന്റെ കൈകൾ നേരത്തെ നേടിവച്ചതിന്റെ ഫലമാണിത്. അല്ലാഹു തന്റെ ദാസന്മാരോട് അനീതി കാട്ടുന്നവനല്ല. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. ഓരത്ത് നിന്ന് അല്ലാഹുവിന് വഴിപ്പെടുന്ന ചിലരുണ്ട്. നേട്ടം വല്ലതും കിട്ടുകയാണെങ്കിൽ അതിലവൻ സമാധാനമടയും. വല്ല വിപത്തും വന്നാലോ അപ്പോഴവൻ തിരിഞ്ഞുകളയും. അവന് ഇഹവും പരവും നഷ്ടപ്പെട്ടതു തന്നെ. പ്രകടമായ നഷ്ടവും ഇതത്രേ. يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد. അല്ലാഹുവെ വിട്ട് തനിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനാവാത്ത വസ്തുക്കളെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതുതന്നെയാണ് കൊടിയ വഴികേട്. يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير. ആരുടെ ഉപദ്രവം അവന്റെ ഉപകാരത്തെക്കാൾ അടുത്തതാണോ അവരെയാണവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അവന്റെ രക്ഷകൻ എത്ര ചീത്ത, എത്ര വിലകെട്ട കൂട്ടുകാരൻ. إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار إن الله يفعل ما يريد. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു താഴ്ഭാഗത്തോടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. അല്ലാഹു അവനിച്ഛിക്കുന്നത് ചെയ്യുന്നു. من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع
فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. ഇഹത്തിലും പരത്തിലും പ്രവാചകന് അല്ലാഹു സഹായിക്കുകയില്ലെന്ന് കരുതുന്നവൻ ആകാശത്തേക്ക് ഒരു കയർ നീട്ടിക്കെട്ടിയിട്ട് ആ സഹായം മുറിച്ചു കളയട്ടെ. എന്നിട്ട് തന്നെ വെറുപ്പ് പിടിപ്പിക്കുന്ന അക്കാര്യം ഇല്ലാതാക്കാൻ തന്റെ തന്ത്രം കൊണ്ട് സാധിക്കുമോ എന്ന് അവനൊന്നു നോക്കട്ടെ. وَكَذَلِكَ أَنزَلْنَاهُ آيَاتٍ بَيِّنَاتٍ وَأَنَّ اللَّهَ يَهْدِي مَن يُرِيدُ. ഇவ்விധം പ്രകടമായ തെളിവുകളുമായി നാം ഈ ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നു. അല്ലാഹു അവനിച്ഛിക്കുന്നവരെ നേർവഴിയിൽ നയിക്കുന്നു. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വസ്സാബീന വന്നസാറാ വൽമജൂസ വല്ലദീന അശ്റകൂ ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമഹ ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഷഹീദ്. സത്യവിശ്വാസികൾ, യഹൂദർ, സാബികൾ, ക്രിസ്ത്യാനികൾ, മജൂസികൾ, ബഹുദൈവ വിശ്വാസികൾ എന്നിവർക്കിടയിൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അല്ലാഹു തീർപ്പ് കൽപ്പിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സകല സംഗതികൾക്കും സാക്ഷിയാകുന്നു. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم ഇന്നല്ലാഹ യഫ്അലു മാ യശാ. ആകാശങ്ങളിലുള്ളവർ, ഭൂമിയിലുള്ളവർ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മലകൾ, മരങ്ങൾ, ജീവജാലങ്ങൾ, എണ്ണമറ്റ മനുഷ്യർ എല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? കുറെ പേർ ദൈവശിക്ഷയ്ക്ക് അർഹരായിരിക്കുന്നു. അല്ലാഹു ആരെയെങ്കിലും അപമാനിതനാക്കുകയാണെങ്കിൽ അയാളെ ആദരണീയനാക്കാൻ ആർക്കുമാവില്ല. സംശയം വേണ്ട, അല്ലാഹു അവനിച്ഛിക്കുന്നത് ചെയ്യുന്നു. ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരി യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. തങ്ങളുടെ നാഥന്റെ കാര്യത്തിൽ തർക്കത്തിലേർപ്പെട്ട രണ്ടു കക്ഷികളാണിത്. എന്നാൽ സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്ക് തീയാലുള്ള തുണി മുറിച്ചു കൊടുക്കുന്നതാണ്. അവരുടെ തലയ്ക്കുമീതെ തിളച്ച വെള്ളമൊഴിക്കും. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്. അതുവഴി അവരുടെ വയറ്റിലുള്ളതും തൊലിയും ഉരുകിപ്പോകും. വലഹും മഖാമിഉ മിൻ ഹദീദ്. അവർക്കെതിരെ ഇരുമ്പുദണ്ഡുകൾ പ്രയോഗിക്കും. കുല്ലമാ അറാദൂ അൻ യഖ്റുജൂ മിൻഹാ മിൻ ഗമ്മിൻ ഉഈദൂ ഫീഹാ വദൂഖൂ അദാബൽ ഹരീഖ്. അവർ ആ നരകത്തീയിൽ നിന്ന് കൊടും ക്ലേശം കാരണം പുറത്തു പോകാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അവരെ അതിലേക്ക് തന്നെ തിരിച്ചയക്കും. കരിച്ചു കളയുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു يحلون فيها من أساور من ذهب ولؤلؤا
وَلِبَاسُهُمْ فِيهَا حَرِيرٌ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അല്ലാഹു താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. അവരെ അവിടെ സ്വർണവളകളും മുത്തും അണിയിക്കും. അവരുടെ വസ്ത്രങ്ങൾ മിനുത്ത പട്ടുകൊണ്ടുള്ളവയായിരിക്കും. وَهُدُوا إِلَى الطَّيِّبِ مِنَ الْقَوْلِ وَهُدُوا إِلَى صِرَاطِ الْحَمِيدِ. ഏറ്റവും ഉത്കൃഷ്ടമായ വചനത്തിലേക്കാണവർ നയിക്കപ്പെട്ടത്. സ്തുത്യർഹനായ അല്ലാഹുവിന്റെ മാർഗത്തിലേക്കാണവർ ആനയിക്കപ്പെട്ടത്. إِنَّ الَّذِينَ كَفَرُوا وَيَصُدُّونَ عَن سَبِيلِ اللَّهِ وَالْمَسْجِدِ الْحَرَامِ الَّذِي جَعَلْنَاهُ لِلنَّاسِ سَوَاءً الْعَاكِفُ فِيهِ وَالْبَادِ وَمَن يُرِدْ فِيهِ بِإِلْحَادٍ بِظُلْمٍ نُذِقْهُ مِنْ عَذَابٍ أَلِيمٍ. സത്യത്തെ തള്ളിപ്പറയുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവർ ശിക്ഷാർഹരാണ്. നാം സർവ്വജനത്തിനുമായി നിർമ്മിച്ചുവെച്ചതും തദ്ദേശീയർക്കും പരദേശികൾക്കും തുല്യാവകാശമുള്ളതുമായ മസ്ജിദുൽ ഹറാമിലേക്കുള്ള പ്രവേശനത്തിന് വിലക്കേർപ്പെടുത്തിയവരും ശിക്ഷാർഹർ തന്നെ. അവിടെ വെച്ച് അന്യായമായി അധർമ്മം കാട്ടാൻ ഉദ്ദേശിക്കുന്നവരെ നാം വേദനയുറ്റ ശിക്ഷ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. ഇബ്രാഹീമിന് നാം കഅബ മന്ദിരത്തിന്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്ത സന്ദർഭം. ഒന്നിനെയും എന്റെ പങ്കാളിയാക്കരുതെന്ന് നാം നിർദ്ദേശിച്ചു. ത്വവാഫ് ചെയ്യുന്നവർക്കും നിന്നു നമസ്കരിക്കുന്നവർക്കും റുകൂഅ് ചെയ്യുന്നവർക്കും സുജൂദ് ചെയ്യുന്നവർക്കും വേണ്ടി എന്റെ ആ മന്ദിരം ശുദ്ധമാക്കി വെക്കണമെന്ന്. وَأَذِّن فِي النَّاسِ بِالْحَجِّ يَأْتُوكَ رِجَالًا وَعَلَى كُلِّ ضَامِرٍ يَأْتِينَ مِنْ كُلِّ فَجٍّ عَمِيقٍ. ഹജ്ജിനായി നീ ജനങ്ങൾക്കിടയിൽ പൊതുവിളംബരം നടത്തുക. ദൂരദിക്കുകളിൽ നിന്നുപോലും ആളുകൾ കാൽനടയായും മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തും നിന്റെ അടുത്തു വന്നെത്തും. لِيَشْهَدُوا مَنَافِعَ لَهُمْ وَيَذْكُرُوا اسْمَ اللَّهِ فِي أَيَّامٍ مَّعْلُومَاتٍ عَلَى مَا رَزَقَهُم مِّن بَهِيمَةِ الْأَنْعَامِ فَكُلُوا مِنْهَا وَأَطْعِمُوا الْبَائِسَ الْفَقِيرَ. അവിടെ അവർ തങ്ങൾക്കുപകരിക്കുന്ന രംഗങ്ങളിൽ സന്നിഹിതരാകാൻ അല്ലാഹു അവർക്കേകിയ മൃഗങ്ങളെ ചില നിർണിത ദിവസങ്ങളിൽ അവന്റെ പേരുച്ചരിച്ച് ബലിയർപ്പിക്കും. ആ ബലിമാംസം നിങ്ങൾ തിന്നുക. പ്രയാസക്കാർക്കും പാവങ്ങൾക്കും തിന്നാൻ കൊടുക്കുക. ثُمَّ لْيَقْضُوا تَفَثَهُمْ وَلْيُوفُوا نُذُورَهُمْ وَلْيَطَّوَّفُوا بِالْبَيْتِ الْعَتِيقِ. പിന്നീടവർ തങ്ങളുടെ അഴുക്കുകൾ നീക്കിക്കളയട്ടെ, നേർച്ചകൾ നിറവേറ്റട്ടെ, ആ പുരാതന കഅബ മന്ദിരത്തെ ചുറ്റട്ടെ. ذَلِكَ وَمَن يُعَظِّمْ حُرُمَاتِ اللَّهِ فَهُوَ خَيْرٌ لَّهُ عِندَ رَبِّهِ وَأُحِلَّتْ لَكُمُ الْأَنْعَامُ إِلَّا مَا يُتْلَى عَلَيْكُمْ فَاجْتَنِبُوا الرِّجْسَ مِنَ الْأَوْثَانِ وَاجْتَنِبُوا قَوْلَ الزُّورِ. അല്ലാഹുവിന്റെ കൽപ്പനയാണിത്. അല്ലാഹു ആദരണീയമാക്കിയവയെ അംഗീകരിച്ചാദരിക്കുന്നവന് തന്റെ നാഥന്റെ അടുക്കലത് ഏറെ ഗുണകരമായിരിക്കും. നിങ്ങൾക്ക്
ഖുർആനിലൂടെ വിവരിച്ചു തന്നതൊഴികെയുള്ള നാൽക്കാലികൾ നിങ്ങൾക്ക് അനുവദനീയമാണ്. അതിനാൽ വിഗ്രഹങ്ങളാകുന്ന മാലിന്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, വ്യാജവാക്കുകൾ വർജിക്കുക. حنفاء لله غير مشركين به ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ ഉറച്ച മനസ്സോടെ അവനിലേക്ക് തിരിയുക. അള്ളാഹുവിന് പങ്കാളികളെ കൽപ്പിക്കുന്നവൻ ആകാശത്തുനിന്ന് വീണവനെപ്പോലെയാണ്. അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിയെടുക്കുന്നു, അല്ലെങ്കിൽ കാറ്റ് അവനെ ഏതെങ്കിലും വിദൂരദിക്കിൽ കൊണ്ടുപോയി തള്ളുന്നു. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. കാര്യമിതാണ്, ആരെങ്കിലും അള്ളാഹു നിശ്ചയിച്ച ചിഹ്നങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ അത് ആത്മാർത്ഥമായ ഹൃദയഭക്തിയിൽ നിന്നുണ്ടാവുന്നതാണ്. لكم فيها منافع إلى أجل مسمى ثم محلها إلى البيت العتيق. ഒരു നിശ്ചിത അവധി വരെ ആ ബലിമൃഗങ്ങളെ നിങ്ങൾക്കുപയോഗിക്കാം. പിന്നീട് അതിന്റെ ബലിസ്ഥലം ആ പുണ്യപുരാതന കഅബ മന്ദിരത്തിങ്കലാണ്. وَلِكُلِّ أُمَّةٍ جَعَلْنَا مَنسَكًا لِيَذْكُرُوا اسْمَ اللَّهِ عَلَى مَا رَزَقَهُم مِّن بَهِيمَةِ الْأَنْعَامِ فَإِلَٰهُكُمْ إِلَٰهٌ وَاحِدٌ فَلَهُ أَسْلِمُوا وَبَشِّرِ الْمُخْبِتِينَ. ഓരോ സമുദായത്തിനും നാം ഓരോ ബലി നിയമം നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കേകിയ കന്നുകാലികളിൽ അവന്റെ നാമമുച്ചരിച്ച് അറുക്കാൻ വേണ്ടിയാണിത്. നിങ്ങളുടെ ദൈവം ഏകദൈവമാകുന്നു, അതിനാൽ നിങ്ങൾ അവനു മാത്രം വഴിപ്പെടുക. വിനയം കാണിക്കുന്നവരെ സന്തോഷവാർത്ത അറിയിക്കുക. الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. അള്ളാഹുവെക്കുറിച്ച് കേൾക്കുമ്പോൾ ഹൃദയങ്ങൾ ഭയചകിതരാകുന്നവരാണവർ. ഏത് വിപത്ത് വേളകളിലും ക്ഷമയവലംബിക്കുന്നവരും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. വൽബുദ്ന ജഅൽനാഹാ ലകും മിൻ ശആഇരില്ലാഹി ലകും ഫീഹാ ഖൈർ فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها وأطعموا القانع والمعتر كذلك سخرناها لكم لعلكم تشكرون. ബലിയൊട്ടകങ്ങളെ നാം നിങ്ങൾക്കുള്ള ദൈവിക ചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിശ്ചയമായും നിങ്ങൾക്കവയിൽ നന്മയുണ്ട്. അതിനാൽ നിങ്ങൾ അവയെ അണിയായി നിർത്തി അള്ളാഹുവിന്റെ പേരുച്ചരിച്ച് ബലിയർപ്പിക്കുക. അങ്ങനെ പാർശ്വങ്ങളിലേക്ക് അവ വീണു കഴിഞ്ഞാൽ നിങ്ങൾ അവയുടെ മാംസം ഭക്ഷിക്കുക. ഉള്ളതുകൊണ്ട് തൃപ്തരായി കഴിയുന്നവനെയും ചോദിച്ചു വരുന്നവനെയും തീറ്റിക്കുക. അവയെ നാം നിങ്ങൾക്ക് ഇவ்விധം അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. നിങ്ങൾ നന്ദി കാണിക്കാനാണിത്. ലൻ യനാല അല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും
كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. അവയുടെ മാംസമോ രക്തമോ അല്ലാഹുവെ പ്രാപിക്കുന്നില്ല, മറിച്ച് അല്ലാഹുവിലെത്തിച്ചേരുന്നത് നിങ്ങളുടെ ഭക്തിയാണ്. അവൻ നിങ്ങൾക്കവയെ അவ்விധം അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. അല്ലാഹു നിങ്ങളെ നേർവഴിയിലാക്കിയതിന് നിങ്ങൾ അവന്റെ മഹത്വം കീർത്തിക്കാൻ വേണ്ടിയാണത്. സച്ചരിതരെ, നീ ശുഭവാർത്ത അറിയിക്കുക. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. സത്യവിശ്വാസികളെ അല്ലാഹു സംരക്ഷിച്ചു നിർത്തുക തന്നെ ചെയ്യും. തീർച്ചയായും നന്ദികെട്ട ചതിയന്മാരെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. യുദ്ധത്തിനിരയായവർക്ക് തിരിച്ചടിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു, കാരണം അവർ മർദ്ദിതരാണ്. ഉറപ്പായും അല്ലാഹു അവരെ സഹായിക്കാൻ പോന്നവൻ തന്നെ. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ് വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز. സ്വന്തം വീടുകളിൽ നിന്ന് അന്യായമായി ഇറക്കപ്പെട്ടവരാണവർ. ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചതല്ലാതെ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അല്ലാഹു ജനങ്ങളിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പ്രതിരോധിക്കുന്നില്ല എങ്കിൽ ദൈവനാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന സന്യാസി മഠങ്ങളും ചർച്ചുകളും സെനഗോഗുകളും മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. തന്നെ സഹായിക്കുന്നവരെ ഉറപ്പായും അല്ലാഹു സഹായിക്കും. അല്ലാഹു സർവശക്തനും ഏറെ പ്രതാപിയും തന്നെ. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. ഭൂമിയിൽ നാം അധികാരം നൽകുകയാണെങ്കിൽ അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കും, സക്കാത്ത് നൽകും, നന്മ കൽപ്പിക്കും, തിന്മ തടയും. കാര്യങ്ങളുടെ അന്തിമമായ തീരുമാനം അല്ലാഹുവിൻ്റേതാണ്. وَإِن يُكَذِّبُوكَ فَقَدْ كَذَّبَتْ قَبْلَهُمْ قَوْمُ نُوحٍ وَعَادٌ وَثَمُودَ. അവർ നിന്നെ കള്ളമാക്കി തള്ളിപ്പറയുന്നുവെങ്കിൽ അറിയുക, അവർക്ക് മുമ്പ് ഇതുപോലെ നൂഹിന്റെ ജനതയും ആദും സമൂദും പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. وَقَوْمُ إِبْرَاهِيمَ وَقَوْمُ لُوطٍ. ഇബ്രാഹീമിന്റെ ജനതയും ലൂത്തിന്റെ ജനതയും അതുതന്നെ ചെയ്തു. وَأَصْحَابُ مَدْيَنَ وَكُذِّبَ مُوسَى فَأَمْلَيْتُ لِلْكَافِرِينَ ثُمَّ أَخَذْتُهُمْ فَكَيْفَ كَانَ نَكِيرِ. മദിയൻ നിവാസികളും അങ്ങനെ ചെയ്തിട്ടുണ്ട്, മൂസയെയും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ സത്യനിഷേധികൾക്ക് നാം സമയം നീട്ടിക്കൊടുത്തു. പിന്നെ നാം അവരെ പിടികൂടി. അപ്പോൾ എന്റെ ശിക്ഷ എവ്വിധമായിരുന്നുവെന്നോ. فَكَأَيِّن مِّن قَرْيَةٍ أَهْلَكْنَاهَا وَهِيَ ظَالِمَةٌ فَهِيَ خَاوِيَةٌ عَلَى عُرُوشِهَا وَبِئْرٍ مُّعَطَّلَةٍ وَقَصْرٍ مَّشِيدٍ. എത്രയെത്ര നാടുകളെയാണ് നാം നശിപ്പിച്ചത്.
അന്നാട്ടുകാർ കൊടിയ അക്രമികളായിരുന്നു. അവർ തങ്ങളുടെ വീടുകളുടെ മേൽപ്പുരകളോടെ തകർന്നടിഞ്ഞു. എത്രയെത്ര കിണറുകളാണ് ഉപയോഗശൂന്യമായി തീർന്നത്! എത്രയേറെ കൂറ്റൻ കോട്ടകളാണ് നിലം പൊത്തിയത്! أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. അവർ ഈ ഭൂമിയിൽ സഞ്ചരിക്കാറില്ലേ? എങ്കിൽ അവർക്ക് ചിന്തിക്കുന്ന മനസ്സുകളും കേൾക്കുന്ന കാതുകളുമുണ്ടാകുമായിരുന്നു. സത്യത്തിൽ അന്ധത ബാധിക്കുന്നത് കണ്ണുകളെയല്ല, നെഞ്ചകങ്ങളിലെ മനസ്സുകളെയാണ്. وَيَسْتَعْجِلُونَكَ بِالْعَذَابِ وَلَنْ يُخْلِفَ اللَّهُ وَعْدَهُ وَإِنَّ يَوْمًا عِندَ رَبِّكَ كَأَلْفِ سَنَةٍ مِّمَّا تَعُدُّونَ. അവർ നിന്നോട് ശിക്ഷ വന്നു കിട്ടാൻ ധൃതി കൂട്ടുന്നു. അല്ലാഹു തന്റെ വാഗ്ദാനം തെറ്റിക്കുകയില്ല. നിന്റെ നാഥന്റെ അടുത്ത് ഒരു നാളെന്നത് നിങ്ങൾ എണ്ണും പോലുള്ള 1000 കൊല്ലങ്ങൾക്ക് തുല്യമാണ്. وَكَأَيِّن مِّن قَرْيَةٍ أَمْلَيْتُ لَهَا وَهِيَ ظَالِمَةٌ ثُمَّ أَخَذْتُهَا وَإِلَيَّ الْمَصِيرُ. അക്രമത്തിലാണ്ടുപോയിട്ടും എത്രയോ നാടുകൾക്ക് നാം സമയം നീട്ടിക്കൊടുത്തു. പിന്നെ നാം അവയെ പിടികൂടി. എല്ലാം തിരിച്ചു വരുന്നത് നമ്മുടെ അടുത്തേക്ക് തന്നെ. قُلْ يَا أَيُّهَا النَّاسُ إِنَّمَا أَنَا لَكُمْ نَذِيرٌ مُبِينٌ. പറയുക, ജനങ്ങളെ, നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകാൻ വന്നവൻ മാത്രമാണ് ഞാൻ. فَالَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ لَهُم مَّغْفِرَةٌ وَرِزْقٌ كَرِيمٌ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് പാപമോചനമുണ്ട്, മാന്യമായ ഉപജീവനവും. وَالَّذِينَ سَعَوْا فِي آيَاتِنَا مُعَاجِزِينَ أُولَئِكَ أَصْحَابُ الْجَحِيمِ. നമ്മുടെ വചനങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് നരകാവകാശികൾ. وَمَا أَرْسَلْنَا مِن قَبْلِكَ مِن رَّسُولٍ وَلَا نَبِيٍّ إِلَّا إِذَا تَمَنَّى أَلْقَى الشَّيْطَانُ فِي أُمْنِيَّتِهِ فَيَنسَخُ اللَّهُ مَا يُلْقِي الشَّيْطَانُ ثُمَّ يُحْكِمُ اللَّهُ آيَاتِهِ وَاللَّهُ عَلِيمٌ حَكِيمٌ. നിനക്ക് മുമ്പ് നാം ഒരു ദൂതനെയും പ്രവാചകനെയും അയച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പാരായണവേളയിൽ പിശാച് അതിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടല്ലാതെ. എന്നാൽ അല്ലാഹു പിശാചിന്റെ എല്ലാ ഇടപെടലുകളെയും തുടച്ചു മാറ്റുന്നു. അങ്ങനെ തന്റെ വചനങ്ങളെ ഭദ്രമാക്കുന്നു. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാണ്. لِيَجْعَلَ مَا يُلْقِي الشَّيْطَانُ فِتْنَةً لِلَّذِينَ فِي قُلُوبِهِم مَّرَضٌ وَالْقَاسِيَةِ قُلُوبُهُمْ وَإِنَّ الظَّالِمِينَ لَفِي شِقَاقٍ بَعِيدٍ. മനസ്സിൽ ദീനം ബാധിച്ചവർക്കും ഹൃദയങ്ങൾ കടുത്തുപോയവർക്കും പിശാചിന്റെ ഇടപെടലിനെ അല്ലാഹു ഒരു പരീക്ഷണമാക്കുകയാണ്. ഉറപ്പായും അക്രമികൾ ധിക്കാരപരമായ മാത്സര്യത്തിൽ ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. وَلِيَعْلَمَ الَّذِينَ أُوتُوا الْعِلْمَ أَنَّهُ الْحَقُّ مِنْ رَبِّكَ فَيُؤْمِنُوا بِهِ فَتُخْبِتَ لَهُ قُلُوبُهُمْ
وَإِنَّ اللَّهَ لَهَادِي الَّذِينَ آمَنُوا إِلَى صِرَاطٍ مُسْتَقِيمٍ. അതോടൊപ്പം ജ്ഞാനം ലഭിച്ചവർ അത് നിന്റെ നാഥനിൽ നിന്നുള്ള സത്യമാണെന്ന് മനസ്സിലാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അവരതിൽ വിശ്വസിക്കാനും തങ്ങളുടെ ഹൃദയങ്ങളെ അതിന് കീഴ്പ്പെടുത്താനുമാണ്. തീർച്ചയായും അല്ലാഹു സത്യവിശ്വാസികളെ നേർവഴിക്ക് നയിക്കുന്നവനാണ്. وَلَا يَزَالُ الَّذِينَ كَفَرُوا فِي مِرْيَةٍ مِّنْهُ حَتَّى تَأْتِيَهُمُ السَّاعَةُ بَغْتَةً أَوْ يَأْتِيَهُمْ عَذَابُ يَوْمٍ عَقِيمٍ. എന്നാൽ സത്യനിഷേധികൾ അതേക്കുറിച്ച് സദാ സംശയത്തിലായിരിക്കും. പെട്ടെന്ന് അന്ത്യസമയം ആസന്നമാകും വരെ അത് തുടരും. അല്ലെങ്കിൽ ഒരു ദുർദിനത്തിലെ ശിക്ഷ അവർക്ക് വന്നെത്തും വരെ. الْمُلْكُ يَوْمَئِذٍ لِلَّهِ يَحْكُمُ بَيْنَهُمْ فَالَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ فِي جَنَّاتِ النَّعِيمِ. അന്നാളിൽ അധികാരമൊക്കെ അല്ലാഹുവിനായിരിക്കും. അവൻ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും. അപ്പോൾ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ അനുഗ്രഹപൂർണമായ സ്വർഗീയാരാമങ്ങളിലായിരിക്കും. وَالَّذِينَ كَفَرُوا وَكَذَّبُوا بِآيَاتِنَا فَأُولَئِكَ لَهُمْ عَذَابٌ مُهِينٌ. സത്യത്തെ നിഷേധിക്കുകയും നമ്മുടെ വചനങ്ങളെ കള്ളമാക്കി തള്ളുകയും ചെയ്തവർക്കു തന്നെയാണ് ഏറെ നിന്ദ്യവും ഹീനവുമായ ശിക്ഷയുണ്ടാവുക. وَالَّذِينَ هَاجَرُوا فِي سَبِيلِ اللَّهِ ثُمَّ قُتِلُوا أَوْ مَاتُوا لَيَرْزُقَنَّهُمُ اللَّهُ رِزْقًا حَسَنًا وَإِنَّ اللَّهَ لَهُوَ خَيْرُ الرَّازِقِينَ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നാടുവിടേണ്ടി വന്ന ശേഷം വധിക്കപ്പെടുകയോ മരണമടയുകയോ ചെയ്തവർക്ക് ഉറപ്പായും അള്ളാഹു ഉത്തമമായ ഉപജീവനം നൽകും. തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവരിൽ അത്യുത്തമൻ. لَيُدْخِلَنَّهُمْ مُدْخَلًا يَرْضَوْنَهُ وَإِنَّ اللَّهَ لَعَلِيمٌ حَلِيمٌ. അവരാഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നിടത്ത് അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. അള്ളാഹു എല്ലാം അറിയുന്നവനും ഏറെ സഹനമുള്ളവനുമാണ്. ذَلِكَ وَمَنْ عَاقَبَ بِمِثْلِ مَا عُوقِبَ بِهِ ثُمَّ بُغِيَ عَلَيْهِ لَيَنصُرَنَّهُ اللَّهُ إِنَّ اللَّهَ لَعَفُوٌّ غَفُورٌ. അത് അങ്ങനെയാണ്. ഒരാൾ താൻ ദ്രോഹിക്കപ്പെട്ടതുപോലെ പകരം അങ്ങോട്ടും ചെയ്ത ശേഷം വീണ്ടും പീഡനത്തിനിരയാവുകയാണെങ്കിൽ ഉറപ്പായും അള്ളാഹു അവനെ സഹായിക്കും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും മാപ്പേകുന്നവനുമാണ്. ذَلِكَ بِأَنَّ اللَّهَ يُولِجُ اللَّيْلَ فِي النَّهَارِ وَيُولِجُ النَّهَارَ فِي اللَّيْلِ وَأَنَّ اللَّهَ سَمِيعٌ بَصِيرٌ. ഇതെന്തുകൊണ്ടെന്നാൽ തീർച്ചയായും അള്ളാഹുവാണ് രാവിനെ പകലിലേക്ക് കടത്തിവിടുന്നത്, പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നതും അവൻ തന്നെ. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ وَأَنَّ مَا يَدْعُونَ مِن دُونِهِ هُوَ الْبَاطِلُ وَأَنَّ مَا يَدْعُونَ مِن دُونِهِ هُوَ الْبَاطِلُ وَأَنَّ اللَّهَ هُوَ الْعَلِيُّ الْكَبِيرُ. അള്ളാഹു തന്നെയാണ് നിത്യസത്യം. അവനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയൊക്കെയും കേവലം മിഥ്യയാണ്.
അല്ലാഹു തന്നെയാണ് അത്യുന്നതനും മഹാനും. ألم تر أن الله أنزل من السماء ماء فتصبح الأرض مخضرة إن الله لطيف خبير. നീ കാണുന്നില്ലേ അല്ലാഹു മാനത്ത് നിന്ന് മഴ പെയ്യിക്കുന്നത്? അതുവഴി ഭൂമി പച്ചപ്പുള്ളതായി തീരുന്നു. അല്ലാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനും തിരിച്ചറിവുള്ളവനുമാണ്. ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് വഇന്നല്ലാഹ ലഹുവൽ ഗനിയ്യുൽ ഹമീദ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റേതാണ്. അല്ലാഹു അന്യാശ്രയം ആവശ്യമില്ലാത്തവനാണ്, സ്തുത്യർഹനും. ألم تر أن الله سخر لكم ما في الأرض والفلك تجري في البحر بأمره ويمسك السماء أن تقع على الأرض إلا بإذنه إن الله بالناس لرؤوف رحيم. നീ കാണുന്നില്ലേ അല്ലാഹു നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ളതൊക്കെയും അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. അവന്റെ ഹിതമനുസരിച്ച് കടലിൽ സഞ്ചരിക്കുന്ന കപ്പലും തന്റെ അനുമതിയില്ലാതെ ഭൂമിക്കുമേൽ വീണു പോകാത്ത വിധം വാനലോകത്തെ പിടിച്ചു നിർത്തുന്നതും അവനാണ്. തീർച്ചയായും അല്ലാഹു മനുഷ്യരോട് ഏറെ കൃപയുള്ളവനും പരമകാരുണികനുമാണ്. وهو الذي أحياكم ثم يميتكم ثم يحييكم إن الإنسان لكفور. അവനാണ് നിങ്ങളെ ജീവിപ്പിച്ചത്. ഇനി അവൻ നിങ്ങളെ മരിപ്പിക്കും, പിന്നെ വീണ്ടും ജീവിപ്പിക്കും. തീർച്ചയായും മനുഷ്യൻ വളരെയേറെ നന്ദി കെട്ടവനാണ്. لكل أمة جعلنا منسكا هم ناسكوه فلا ينازعنك في الأمر وادع إلى ربك إنك لعلى هدى مستقيم. എല്ലാ ഓരോ സമുദായത്തിനും നാം ഓരോ തരം ആരാധനാ രീതി നിശ്ചയിച്ചിട്ടുണ്ട്. അവരതനുഷ്ഠിച്ചു പോരുന്നു. അതിനാൽ ഇക്കാര്യത്തിൽ അവരാരും നിന്നോട് കലഹിക്കാതിരിക്കട്ടെ. നീ അവരെ നിന്റെ നാഥങ്കലേക്ക് ക്ഷണിച്ചുകൊള്ളുക. തീർച്ചയായും നീ വളവൊട്ടുമില്ലാത്ത നേർവഴിയിൽ തന്നെയാണ്. وَإِن جَادَلُوكَ فَقُلِ اللَّهُ أَعْلَمُ بِمَا تَعْمَلُونَ. അവർ നിന്നോട് തർക്കിക്കുന്നുവെങ്കിൽ പറയുക, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം നന്നായി അറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹു യഹ്കുമു ബൈനകും യൗമൽ ഖിയാമത്തി ഫീമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ. നിങ്ങൾ ഭിന്നിച്ചകന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അല്ലാഹു നിങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും. ألم تعلم أن الله يعلم ما في السماء والأرض إن ذلك في كتاب إن ذلك على الله يسير. നിനക്കറിഞ്ഞുകൂടെ ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിന് നന്നായി അറിയാമെന്ന്? തീർച്ചയായും അതൊക്കെയും ഒരു മൂലപ്രമാണത്തിലുണ്ട്. അതെല്ലാം അല്ലാഹുവിന് ഏറെ എളുപ്പമാണ്. وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَمْ يُنَزِّلْ بِهِ سُلْطَانًا وَمَا لَيْسَ لَهُم بِهِ عِلْمٌ وَمَا لِلظَّالِمِينَ مِن نَصِيرٍ. അല്ലാഹു ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്തവയെ അവന്റെ പങ്കുകാരായി സങ്കൽപ്പിച്ച് അവർ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല. അക്രമികൾക്ക് ഒരു സഹായിയുമുണ്ടാവുകയില്ല. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ تَعْرِفُ فِي وُجُوهِ الَّذِينَ كَفَرُوا الْمُنكَرَ
يكادون يسطون بالذين يتلون عليهم آياتنا قل أفأنبئكم بشر من ذلكم النار وعدها الله الذين كفروا وبئس المصير. നമ്മുടെ സുവ്യക്തമായ വചനങ്ങൾ അവരെ ഓതി കേൾപ്പിക്കുകയാണെങ്കിൽ സത്യനിഷേധികളുടെ മുഖങ്ങളിൽ വെറുപ്പ് പ്രകടമാകുന്നത് നിനക്ക് മനസ്സിലാകും. നമ്മുടെ വചനങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നവരെ കയ്യേറ്റം ചെയ്യാൻ പോലും അവർ മുതിർന്നേക്കാം. പറയുക, അതിനേക്കാളെല്ലാം ദോഷകരമായ കാര്യം ഏതെന്ന് ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടെയോ? നരകത്തീയാണത്. സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്ക് അതാണ് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതെത്ര ചീത്ത സങ്കേതം! يا أيها الناس ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب. മനുഷ്യരെ, ഒരു ഉദാഹരണം ഇങ്ങനെ വിശദീകരിക്കാം. നിങ്ങളിത് ശ്രദ്ധയോടെ കേൾക്കുക. അല്ലാഹുവെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ശ്രമിച്ചാലും ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവർക്കാവില്ല. എന്നല്ല, ഈച്ച അവരുടെ പക്കൽ നിന്നെന്തെങ്കിലും തട്ടിയെടുത്താൽ അത് മോചിപ്പിച്ചെടുക്കാൻ പോലും അവർക്ക് സാധ്യമല്ല. സഹായം തേടുന്നവനും തേടപ്പെടുന്നവനും എത്ര ദുർബലർ! മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അല്ലാഹുവേ, അവൻ അർഹിക്കും വിധം നിങ്ങൾ പരിഗണിച്ചിട്ടില്ല. തീർച്ചയായും അല്ലാഹു കരുത്തനും പ്രതാപിയുമാണ്. അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ് ഇന്നല്ലാഹ സമീഉൻ ബസീർ. മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അല്ലാഹു ചില സന്ദേശവാഹകരെ തിരഞ്ഞെടുക്കുന്നു. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വഇലല്ലാഹി തുർജഉൽ ഉമൂർ. അവരുടെ ഭാവിയും ഭൂതവും അവൻ അറിയുന്നു. കാര്യങ്ങളെല്ലാം വിധി തീർപ്പിനായി മടക്കപ്പെടുന്നത് അവങ്കലേക്കാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഊ വസ്ജുദൂ വഅബ്ദൂ റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ റുകൂഉം സുജൂദും ചെയ്യുക, നിങ്ങളുടെ നാഥന് വഴിപ്പെടുക, നന്മ ചെയ്യുക, നിങ്ങൾ വിജയം വരിച്ചേക്കാം. വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി ഹുവ ജതബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹീം هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യേണ്ട വിധം സമരം ചെയ്യുക. അവൻ നിങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. മതകാര്യത്തിൽ ഒരു മാർഗതടസ്സവും അവൻ നിങ്ങൾക്കുണ്ടാക്കി വച്ചിട്ടില്ല. നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ പാത പിന്തുടരുക. പണ്ടേ തന്നെ
അള്ളാഹു നിങ്ങളെ മുസ്ലിങ്ങളെന്ന് വിളിച്ചിരിക്കുന്നു. ഈ ഖുർആനിലും അതുതന്നെയാണ് വിളിപ്പേര്. ദൈവദൂതൻ നിങ്ങൾക്ക് സാക്ഷിയാകാനാണിത്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാനും. അതിനാൽ നിങ്ങൾ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, സകാത്ത് നൽകുക, അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. അവനാണ് നിങ്ങളുടെ രക്ഷകൻ. എത്ര നല്ല രക്ഷകൻ, എത്ര നല്ല സഹായി.